السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. പരിശുദ്ധമായ റമളാന് ആഗതമാവുകയും റമളാനെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ ഒരു അവസരത്തില് നമ്മുടെ റമളാനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മെ സ്വീകരിക്കുന്ന ഒരു റമളാനായി സ്വീകരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും ചോദിക്കുന്നതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ, ഇതൊരു ക്ലാസ് കേൾക്കുന്ന രീതിയിലല്ലാതെ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിന് നമുക്ക് കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. അപ്പം ഈ റമളാന് നമ്മളിലേക്ക് എത്തിയ ഈ ഒരു അവസരത്തില് നമ്മൾ റജബ് മുതൽ റജബിലും ഷാബാനിലും റമളാനിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള വിവരം അറിയുന്ന സമയത്ത് നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? നമ്മുടെ അലങ്കോലമായ വീട് അങ്ങനെ തന്നെ ഇടുകയാണോ ചെയ്യാം? ഒരിക്കലും അല്ലല്ലേ. നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രധാനപ്പെട്ട അതിഥിയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നല്ല രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റമളാൻ മാസം, ഇത്രയും 11 മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവില് നമ്മളിലേക്ക് എത്തുന്ന ഈ ഒരു റമളാന്റെ ചന്ദ്രക്കല മാനത്തുദിക്കുന്ന സമയത്ത് അതിനെ നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന ഒരു ചന്ദ്രക്കലയാക്കി മാറ്റാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നഫ്സിനോടും നമ്മുടെ ഹൃദയത്തിനോടൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഷാബാനില് നമ്മുടെ വീടും പരിസരവും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടാവാം. പുതിയ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടാവാം. നോമ്പിനേക്കുള്ള ഭക്ഷണ വിഭവങ്ങള്, വസ്ത്രങ്ങൾ, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ വാങ്ങി നമ്മുടെ വീടും പരിസരവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നാല് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എല്ലില്ലാത്ത അവയവങ്ങളെ സൂക്ഷിക്കുന്നവർ, അവരേറ്റവും പവിത്രമാക്കപ്പെട്ട നമ്മുടെ ഹൃദയം, അതിന്റെ ശുദ്ധിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നതാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ഫ്രൂട്ട്ഫുൾ പ്രീ റമളാൻ ടാസ്കില് നമ്മള് റമളാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള 21 ദിവസത്തെ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത ആളുകൾ അൽഹംദുലില്ലാ ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു. ഇപ്പം അവർക്ക് ഒരു റുട്ടീനായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു റമളാനിനെ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളം ക്ലിയർ ചെയ്തിട്ട് ഈ റമളാനെ സ്വീകരിക്കാം? അതായത് റബ്ബിന്റെ നൂറ്, റമളാന്റെ പ്രഭ നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ എങ്ങനെയൊക്കെ ശുദ്ധിയാക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റമളാൻ മാസം നിങ്ങൾക്ക് മുൻഗാമികളെ പോലെ റമളാൻ മാസത്തെ ഞാൻ നോമ്പിനെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തിന്? നിങ്ങൾക്ക് തഖ്വ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന ഖുർആൻ വാക്യം. അതില് തഖ്വ എന്ന വേർഡ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പിനെ നൽകിയതെന്ന് അല്ലാഹു തആല പറയുന്നത്. റിഖാവ് എന്ന അറബി പദത്തിൽ നിന്നാണ് തഖ്വ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. റിഖാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷണാണ്. അപ്പം നമ്മള് തഖ്വ എന്ന് പറയുമ്പം അത് ഒരു ഭയപ്പെടുത്തേണ്ടതോ അള്ളാഹിനെ പേടിക്കുന്നതോ നരകത്തെ ഭയപ്പെടുത്തുന്നതോ അല്ല. നമ്മൾ സംരക്ഷണം എടുക്കുകയാണ്. അതായത് ഒരു മുള്ളുള്ള വഴി കൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആ മുള്ള് നമ്മളെ കാലിൽ തട്ടാതെ എത്ര സൂക്ഷ്മതയോടെ നമ്മൾ ആ വഴിയിലൂടെ നടന്നു പോകും. അതിനോടാണ് തഖ്വയെ ഉപമിക്കുന്നത്. നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകളാണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് നോമ്പിന് നമുക്ക് നൽകിയത്. അത് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്ന കാര്യമാണ്. ഈ നോമ്പ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം പ്രതിപാദിച്ചതാണ്.
എന്നാൽ തഖ്വ എന്ന വേർഡ് 200-ലധികം സ്ഥലങ്ങളിൽ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഈ തഖ്വ നേടിയെടുക്കാന് റമളാനെ നമുക്ക് നാളെ മഹ്ശറയിൽ റബ്ബിന്റെ സന്നിധിയിൽ ഈ റമളാൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ആകാശത്ത് ചന്ദ്രക്കല ഉദിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലും അത് ഉദിക്കേണ്ടതുണ്ട്. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം? ഈ ചന്ദ്രൻ, ഈ ഉദയം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം? ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലെ. ഈ റമളാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാസത്തോട് ഉപമിക്കുന്നതിനേക്കാൾ അതൊരു അവസ്ഥയാണ്. കഴിഞ്ഞ 11 മാസങ്ങളിൽ നമ്മൾ ജീവിച്ച ഒരവസ്ഥയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ തന്നെ മനഃപൂർവ്വമായിട്ട് ഈ റമളാൻ മാസത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ, ഒരു രീതിയിലൂടെയാണ് റമളാനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ റമളാൻ കഴിഞ്ഞാലും റമളാനെ സ്വീകരിച്ച ആളുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതിനെ കിട്ടിയ ആളുകളുടെ അതിന്റെ പ്രതിഫലനം അവർക്ക് റമളാന് ശേഷം അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അപ്പം ഈ റമളാനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരവസ്ഥയിലൂടെ നമ്മൾ അതിലേക്ക് ലയിക്കണം. അതിനെന്തൊക്കെയാ വേണ്ടത്? നമ്മുടെ വീട്ടിലേക്ക് വന്ന ആ ഒരു വ്യക്തി ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെയൊക്കെ സ്വീകരിക്കും എന്നതുപോലെ തന്നെ നമ്മൾ ഈ റമളാനെയും പ്രത്യേകമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ വാതില്, നമ്മുടെ ആ ഉള്ളം അതൊന്ന് തുറന്നിരിക്കണം. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, ദേഷ്യം, അസൂയ, കുശുമ്പ് ഇങ്ങനെ തുടങ്ങിയ കുറെ കറുത്ത പുള്ളികളായി കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. ഈ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും ചന്ദ്രന്റെ ഉദയം നടക്കുകയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ആ പ്രഭയില് ആ ഒരു നൂറ് പ്രവേശിക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത് ഉദിക്കില്ല. അവിടെ പ്യുവർ ആയിരിക്കണം. ആ പ്യുവർ ആവുന്ന അവസ്ഥക്ക് വേണ്ടിയിട്ട് നമ്മൾ പതിയെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനമായിരിക്കും നമ്മൾ റമളാന് വരവേൽക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ എപ്പോഴോ ശുദ്ധിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് കൂടുതലായിട്ട് ഒന്നും കൂടെ നമ്മൾ ഇരുത്തി ആലോചിക്കണം. എന്റെ അതൊരിക്കലും തെറ്റല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് ദേഹേച്ഛകളില്ല, ബുദ്ധി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത് അത് മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ. എന്നാ അതുപോലെ മൃഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? അവർക്ക് വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. അവർക്ക് ദേഹേച്ഛകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? ഇത് രണ്ടും കൊടുത്തിട്ടാണ്. മനുഷ്യന് ദേഹേച്ഛകളും ഉണ്ട്, അതിന്റെ കൂടെ ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യന് അവന്റെ ദേഹേച്ഛകളെ കുതിരക്കാരന് സോറി പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഒരു കുതിരയോട് നമ്മൾ സങ്കല്പിക്കാം. ഈ കുതിരക്ക് ഒരു പരിശീലനവും നമ്മൾ കൊടുത്തിട്ടില്ല. ഈ കുതിരക്ക് എങ്ങനെ വേണമെങ്കിലും ഏതിലെ വേണമെങ്കിലും കയറ് ഇറങ്ങുക, നശിപ്പിക്കുക, ഇഷ്ടം പോലെ ചാടി മറിയുക, ഇങ്ങനെയൊക്കെ ആണ്. പക്ഷെ ഒരു കുതിരക്കാരനുണ്ട്, അവനെ വെൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെ വേണം എന്ന് ആ കുതിരയെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുതിരയെ നമുക്ക് എന്തായിരിക്കും? ആ കുതിരയെ കൊണ്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? എന്നാൽ ഗുണമായിരിക്കില്ലേ ഉണ്ടാവുക? കാരണം അതിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള രീതിയിലേക്ക് കുതിരക്കാരൻ പറയുന്ന സമയത്ത് ആ കുതിര വളരെ സ്മൂത്ത് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനെ കൊണ്ട് ആർക്കും ഒരു തടസ്സമില്ല. എന്നാൽ ആദ്യത്തെ പരിശീലനം ലഭിക്കാത്ത കുതിരയോ അതെവിടെയും ചാടിക്കേറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തെ ഒരു കുതിരയോടും നമ്മുടെ റൂഹിനെ ഒരു കുതിരക്കാരനോടും നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, മെറ്റഫറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ആത്മാവ് അത് അള്ളാഹുവിൽ നിന്നും വന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരം അത് മണ്ണിൽ നിന്നും വന്നതാണ്. മണ്ണിൽ നിന്നും വന്ന ശരീരത്തിന് ഭൂമിയിലുള്ള വസ്തുക്കളോട്, ശരീരേച്ഛകളോട്, ഭൂമിയിലെ സുഖങ്ങളോട് എപ്പോഴും ആഗ്രഹമായിരിക്കും. കാരണം അത് മണ്ണിൽ നിന്നുമാണ് വന്നത്. മണ്ണിനോട് അതിന് പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് വന്നതാണ്.
അതിന്റെ സന്തോഷം എന്ന് പറയുന്നത്, അതിന്റെ തൃപ്തി എന്ന് പറയുന്നത് ദിക്റുള്ള എന്നതാണ്. അപ്പം ഈ ദിക്റുള്ള ആയിട്ടുള്ള ആത്മാവ്, റൂഹ് പരിശീലിപ്പിക്കുന്ന ഒരു ശരീരാണെങ്കിൽ അത് എല്ലാവർക്കും ഗുണപ്രദമായിരിക്കും. നമ്മുടെ ചുറ്റുപാടിനും നമുക്കും എല്ലാം ഗുണപ്രദമായിരിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും മാറ്റാന് നമ്മൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടാവും. അല്ലാതെ നടക്കൂലല്ലോ. അയച്ചു വിട്ട ഒരു കുതിര എങ്ങനെയാണോ മേഞ്ഞ് നടക്കുന്നത് അതുപോലെ ആയിരിക്കും ഒരു കടിഞ്ഞാണും ഇല്ലാതെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ, ഒരു നിയമങ്ങളും പാലിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അവരവർക്ക് തോന്നിയ പോലെ ജീവിക്കും, തോന്നിയ പോലെ നടക്കും. അവരെ കൊണ്ട് ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് ഉണ്ടാവുകയും ചെയ്യുക. അവരുടെ പരിസരത്താണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും എങ്ങനെയാണെങ്കിൽ. അപ്പം വളരെ പരിശീലിക്കപ്പെട്ട രീതിയിലുള്ള ഒരാത്മാവിനെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് മലക്കുകളെക്കാളും ഉന്നതിയിലെത്തിയിട്ടുണ്ടാവും. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഒരു തെറ്റും ചെയ്യാതെ ഒരു ദേഹേച്ഛകളും ഇല്ലാതെയാണ് അവർ സൃഷ്ടിച്ചത്. അങ്ങനത്തെ മലക്കുകളുടെ പദവിയേക്കാളും ഉയരുന്ന ഒരു പദവിയിലേക്ക് ആ മനുഷ്യനെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഈ റമളാനെ സ്വീകരിക്കാന് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് കറകൾ വന്നു പോയിട്ടുണ്ടാവും. അത് നമ്മൾ അറിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പഴയ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, റബ്ബിനോട് പൊറുക്കലിനെ തേടുക. ഇതിലൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടത് നമ്മുടെ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ദേഷ്യം, അസൂയ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോർഗീവ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനൊന്ന് വിശാലാക്കണം. ആ വിശാലതയിലൂടെ നമ്മുടെ ഉള്ളിലും ആ ചന്ദ്രനെ നമുക്ക് ഉദിപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മള് ഈ റമളാൻ മാസം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ആത്മാവിന്റെ നോമ്പുണ്ട്, ശരീരത്തിന്റെ നോമ്പുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം, അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇപ്പോ നമ്മള് വിശപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഒരു നോമ്പിൽപ്പെട്ടതാണല്ലോ വിശപ്പ് സഹിക്കുക എന്ന് പറയുന്നത്. ഈ വിശപ്പ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ശിക്ഷയാണോ അതോ ശിക്ഷണമാണോ? അള്ളാന്റെ ഒരു റഹ്മത്ത് തന്നെയാണല്ലേ ഇത്. ശരിക്കും നമ്മുടെ ആ ഒരു ഭക്ഷണ പാനീയങ്ങളൊക്കെ ഒഴിവാക്കി വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ നമ്മൾ എത്ര സമയമാണോ 12 മുതൽ 14, 15 മണിക്കൂറൊക്കെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അല്ലെ, സമയ ദൈർഘ്യത്തിനനുസരിച്ച്. അപ്പൊ ചൂടുള്ള സമയം ഉണ്ടാവും, തണുപ്പുള്ള സമയം ഉണ്ടാവും. പിന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ 11 മാസക്കാലം നമ്മൾ എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഏത് സമയം എന്ന് പറയുന്നില്ല, ആ ഒരു സമയത്ത് 11 മാസം റബ്ബ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മാസം നിങ്ങൾ സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഭക്ഷണ പാനീയങ്ങൾ വർജിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്ക് നമ്മൾ ഇത്രയും 11 മാസക്കാലം ഭക്ഷിച്ചതിന് ഒരു ശിക്ഷ തരാണോ? അല്ലേ അല്ലേ? ഇത് ശിക്ഷണമാണ്. റബ്ബ് നമ്മുടെ അഹങ്കാരത്തിന്, നമ്മളെ ആ ഒരു സുഖലോലുപതയിൽ ഇങ്ങനെ ജീവിച്ചു വരുമ്പോ അവിടെ ഒരു തടയിടാണ്, സ്വയം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഞാന് ഇത് കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇതെനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈ ശരീരം ഞാൻ വളരെ മെയിൻ്റെനൻസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന, സൗന്ദര്യമുള്ള ഒരുപാട് വില കൂടിയ ഡ്രസ്സുകൾ വാങ്ങുന്നു, ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ അതുപോലെ ഒരുപാട് വില കൂടിയ ഫുഡൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു ശരീരത്തിന് ഒരു ദിവസം ഭക്ഷണ പാനീയങ്ങൾ കിട്ടാതിരിക്കുന്ന സമയത്ത് അതെന്താവാണ്? ഞാനൊന്നുമല്ല, വളരെ നിസ്സാരനാണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോവാണ് അല്ലെ? അല്ലേ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, ചാറ്റ് ബോക്സ് ഉപയോഗിക്കട്ടോ. അപ്പൊ നമ്മള് ഈ ഭക്ഷണ പാനീയങ്ങൾ ഉം, ഉപയോഗിക്കാതിരിക്കുകയും അതിന് ഒരു തുള്ളി വെള്ളത്തിന്, ഒരു ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകളുണ്ടല്ലേ ഭക്ഷണമൊന്നും കിട്ടാതെ. ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ, പിന്നെ ഈ ഒരു ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ന അഹങ്കാരത്തെ കൊണ്ട് നടക്കുന്ന എൻ്റെ ഈ ഒരു ശരീരം
പിന്നെ ഒന്നുമില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ന അഹങ്കാരത്ത് കൊണ്ടെടുക്കുന്ന ഈ ഒരു സാധനം ഒന്നുമല്ല എന്നൊരവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കി തരാണ്. അത് റബ്ബിന്റെ ഒരു അനുഗ്രഹമാണ് ല്ലേ. ഒരു തുള്ളി വെള്ളത്തിന്റെ മുന്നിൽ ഞാൻ എന്ന മനുഷ്യന് അത്രേ നിസ്സാരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് റബ്ബ് നമുക്ക് നൽകുകയാണ്. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ഈ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ 11 മാസവും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, സമയം ഞാൻ നോക്കിയിട്ടില്ല. വിശപ്പ് വരുന്നതിന്റെ മുമ്പ് തന്നെ വിശക്കാതെ പോലും സമയാസമയങ്ങളിൽ ഞാൻ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് എന്നോട് ഇത് കഴിക്കാതിരിക്കാന്ന് പറയുമ്പോൾ എനിക്ക് തലവേദന വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, സ്ട്രെസ് വരുന്നുണ്ട്. ഇതൊക്കെ വരേണ്ടതാണോ? നമ്മൾ സ്വയം ചിന്തിക്കുക. ഇതിന്റെ മുന്നിൽ നമ്മൾ മനുഷ്യര് വളരെ നിസ്സാരാണ്. ഒന്നോ രണ്ടോ സമയങ്ങളിൽ കിട്ടാതിരിക്കുന്നേരം നമ്മുടെ എല്ലാ അഹങ്കാരവും തീരും. ഒരു രോഗം വന്നാൽ മതിയില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ഇതൊക്കെ ചിന്തിക്കേണ്ട. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് വിനയം നിറയ്ക്കുന്ന ഒരവസ്ഥയാണ് വിശപ്പ് സഹിക്കുന്നതിലൂടെ, നോമ്പിലൂടെ അള്ളാഹു നമ്മളെ പരിശീലിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള സമയമല്ല, വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നും നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തിട്ട് തന്നെ പറയണം ഇൻഷാ അള്ളാ. അപ്പം പിന്നെ ഒരു കാര്യം നമ്മൾ പറയുന്നത്, റമദാൻ തുടങ്ങി കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു വിശപ്പും ഒരു തക്കവയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മള് പകുതിയിലേറെ സമയവും എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചു കൂട്ടി അപ്പോഴേക്ക് അവസാനത്തെ 10 എത്തിയിട്ടുണ്ടാവും. പിന്നെ പർച്ചേസിങ്ങിന്റെ തിരക്കായി പോകും. പിന്നീട് നമ്മള് റമദാൻ ആണെന്നുള്ള ഒരു ബോധം തന്നെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞ് പെരുന്നാളാകുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, എത്ര വേഗം റമദാൻ കഴിഞ്ഞ് തുടങ്ങിയപ്പോ ഒരു മാസം എന്നൊക്കെ പറഞ്ഞ് ഇതാന്ന് പറഞ്ഞപ്പോഴേക്ക് കഴിഞ്ഞു. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്ക് വരുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. ഒരിക്കലും ഞാൻ ഇതൊക്കെ പരിശീലിച്ചിട്ടല്ല, എന്നോടുള്ള ഒരു പറയലാണ് ഞാൻ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നമ്മുടെ സാന്നിധ്യം ഈ റമദാനിൽ ഇല്ലാതായി പോയതാണ്. നമ്മള് നിസ്കരിച്ചിട്ടുണ്ടാവാം, നോമ്പ് നോറ്റിട്ടുണ്ടാവാം, ഖുർആൻ ഓതിയിട്ടുണ്ടാവാം, ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു? നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാല് നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോ അസർ നിസ്കാരത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അസർ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചക്ക് കുറച്ച് കിടന്നുറങ്ങിപ്പോയി, ഫുഡൊന്നും ആയില്ല, അപ്പൊ പൊരി ഉണ്ടാക്കിയേക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും. അപ്പൊ നിസ്കാരമോ അത് വേഗം നിസ്കരിച്ച് തീർത്തിട്ട് വേണം അടുക്കളയിൽ പോയിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ഈ നിസ്കാരത്തില് നമ്മൾ റബ്ബുമായിട്ടുള്ള മുനാജാത്ത് നടത്തുന്നുണ്ടോ? അവിടെ നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യം ഉണ്ടോ? ഹൃദയത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഈ നിസ്കാരം എന്ന് പറയുന്നത് വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമായി പോവല്ലേ. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മള് നോ എന്ന് പറഞ്ഞത് എന്താന്ന് കറക്റ്റ് മനസ്സിലായില്ല കേട്ടോ. ഇല്ല എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പം ഇങ്ങനെ ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത ഇബാദത്തുകളിൽ മുഴുകുകയാണെങ്കിൽ റമദാൻ നമ്മളിൽ നിന്നും വളരെ വേഗം അപ്രത്യക്ഷമായതായിട്ടും നമുക്ക് ഒന്നും കിട്ടാത്തതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഒരു പള്ളിയിലിരിക്കുന്ന ആള് അവരുടെ കച്ചവടത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ, അള്ളാന്റെ വീട്ടിലാണ് ഞാൻ, അള്ളാന്റെ സംരക്ഷണയിലാണ് ഞാൻ, എനിക്കെല്ലാം നൽകാൻ കഴിവുള്ളവനായ റബ്ബിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ റബ്ബിലേക്ക് ലയിച്ചിരിക്കാൻ പറ്റാതെ കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ കുറിച്ചാണെങ്കിൽ ഈ പള്ളിയിൽ ഇരുന്നതിന്റെ സാന്നിധ്യം, ആ ഒരു നിറവ് അത് അവരുടെ ഉള്ളിലേക്ക് നിറയില്ല. നമ്മുടെ ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് തന്നെ ദിക്റുള്ള, അള്ളാനെ സ്മരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ ഇബാദത്തിലാണെങ്കിൽ പോലും, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്, സ്ത്രീകളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അതിന് ധൃതി കൂട്ടാതെ ഈ ഓരോ ഭക്ഷണങ്ങളും ഞാൻ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നോമ്പുകാർക്ക് വേണ്ടി ഒരുക്കുന്നതാണെന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് അൽഹംദുലില്ലാ ആ ഒരു നിറവ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം എന്താവുന്നുണ്ട്, അത് ദിക്റുള്ള ആയിട്ട് മാറുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ നിശ്വാസങ്ങളും ദിക്റുകളായിട്ട് വരുന്നത്. അള്ളാഹുവിനെ ഓർത്തിരിക്കുന്ന ഓരോ സമയവും അത് തസ്ബീഹാണ്. അള്ളാഹിനെ ഓർത്ത് ഒഴുക്കുന്ന കണ്ണുനീര് അത് നമ്മുടെ എന്താണ് ഇസ്തിഗ്ഫാറാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളില് നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എത്ര ചെറിയ അമലാണെങ്കിൽ പോലും അതില് സാന്നിധ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ റമദാന് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് ഒന്നും കിട്ടാത്തൊരു ഫീല് വരും. അപ്പം എല്ലാവരും ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇബാദത്തുകളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിനു വേണ്ടി നമ്മളെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് പാകപ്പെടുത്തുക. നമ്മുടെ നിസ്കാരത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്, അതിൽ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടിലും ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ ശേഷം വരണം. ശരിക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത് കറാത്ത എന്ന് പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പിലേക്കായിരിക്കും വരിക. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഓടി പോകുന്നവർക്ക് എന്താണ് ഒരാളെ ഭയന്ന് ഓടുന്നവർക്ക് കിബില പോലും നോക്കണ്ട. നമ്മളെ നിസ്കാരത്തിന് സമയം കഴിയുകയാണെങ്കിൽ അവിടുന്ന് നിസ്കരിക്കുക. അപ്പൊ നിസ്കാരത്തിന്റെ ആണ് ട്ടോ പറയുന്നത്. അപ്പൊ അത്രയും ഈ ധൃതിപ്പെട്ട് ചെയ്യുന്നതിനൊന്നും നമ്മുടെ മനസാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓരോ ഇബാദത്തുകളും ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് അതിനു വേണ്ടി ഒരുങ്ങണം. എല്ലാ കാര്യത്തിനും നമ്മൾ ഒരുങ്ങലുണ്ട്. നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു സമയമാണ് ബാങ്ക്. അപ്പൊ ബാങ്കിന്റെ സമയമാകുമ്പോഴേക്കും ഒരുങ്ങിട്ട് ഈ ബാങ്ക് കേട്ട ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച ശേഷം നിസ്കരിക്കാം. അതുപോലെ നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുകയാണ്, ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് അതെല്ലാം ചെയ്ത് വെച്ച ശേഷം ഖുർആൻ ഓതാൻ ഇരിക്കുക. അതുപോലെ തന്നെയാണ് ഖുർആനില് നിന്നും നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഹത്തുമകൾ നമ്മൾ ഓതും. ഖുർആനിലേക്ക് നോക്കുന്നത് ഒരു ഹർഫ് പാരായണം ചെയ്ത 10 ഹർഫിന്റെ പ്രതിഫലമൊക്കെ ഉള്ള മാസമാണ്. ഖുർആൻ പാരായണത്തിനും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയാണ്, ഖുർആനിലുള്ള ഒരായത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായാല് നമ്മുടെ ഉള്ളിലേക്ക് ആ ആയത്തിനെ, ഖുർആനിലുള്ള ഒരായത്തിന് അല്ലെങ്കിൽ ഒരു വേർഡിനെ ഉള്ളിലേക്ക് നിറയ്ക്കാനായാല് ഒരു ഖത്മോദിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും ആശയങ്ങൾ പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. അതിന് നിങ്ങൾ വലിയ ഒരു കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ തർജ്ജമ പഠിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ, പ്രത്യേകിച്ച് ഈ റമളാൻ മാസത്തിൽ അരമണിക്കൂർ സമയം ഏതെങ്കിലും പരിഭാഷ എടുത്തിട്ട് ഒരായത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഇങ്ങനെ ഖുർആന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം തിരഞ്ഞെടുക്കണം. ഖുർആൻ ഓതുന്നതിന്റെ കൂടെ തന്നെ ഖുർആനിലെ ഒരായത്ത് നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം എത്രമാത്രം മാറ്റം വരുത്തി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. അതിനു വേണ്ടി അതിനെ അറിഞ്ഞ് പഠിക്കുക. നമ്മുടെ കണ്ണൊന്ന് ആ ഒരു ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയുന്നത് ഹൃദയം എന്തുകൊണ്ട്, ഓരോ ആയത്തുകളും പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, നമ്മുടെ ശിക്ഷയെ കുറിച്ച് പറയുന്ന സമയത്തുള്ള ഒരു ഭയപ്പാട്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു നിറവ് അള്ളാഹു നോക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ഒരു സമയം കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് ഖുർആന് ഓതുന്ന ഏത് ഇബാദത്താണെങ്കിലും അതിൽ നമ്മുടെ സാന്നിധ്യം നിലനിർത്തുക എന്നതാണ്. പിന്നെ നമ്മൾ പല കാര്യങ്ങളിലും കേട്ടതാണ്, ഈ റമദാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തുറന്നിട്ട വാതിലാണ്. നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി, റമദാനിലേക്ക് അങ്ങോട്ട് കയറി പോകാം. അങ്ങനെയാണോ? നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയാല് അതിലേക്ക് നമ്മൾ കടക്കണ്ടേ? സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ അതിലൂടെ കടന്നു പോവേണ്ടത് ആരാണ്? നമ്മളാണ് ല്ലേ? വളരെ ശക്തിയായ ഒരു മഴ പെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാട്ടെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. നല്ല മഴയാണ്. എല്ലാ ഭാഗങ്ങളിലും വെള്ളം, ഏത് ഒരു പാത്രം വെച്ചാൽ പോലും നിറഞ്ഞൊഴുകുന്ന മഴയാണ്. എന്നാൽ ഒരാള് തന്റെ കയ്യിലുള്ള പാത്രത്തെ കമിഴ്ത്തിയാണ് വെക്കുന്നത്. മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് കമിഴ്ത്തി വെക്കുന്ന ആ പാത്രത്തില് വെള്ളം നിറയോ ഇല്ലയോ?
ഒരിക്കലും നിറയൂല അല്ലെ. കമഴ്ന്ന് കിടക്കുന്ന ആ പാത്രത്തിൽ എത്ര ശക്തമായ മഴ പെയ്താലും എത്രമാത്രം വെള്ളം കുത്തി ഒലിച്ചു വന്നാലും ആ മഴ ഒരിക്കലും ആ പാത്രത്തെ നേരെയാക്കിയിട്ട് അതിൽ വെള്ളം നിറയൂല. എന്നാൽ ആ പാത്രം നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിറയും. ഇതുപോലെ തന്നെയാണ് റമളാനിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളിലും റമദാൻ എന്ന് പറയുന്ന ഒരു ലാഡറാണ്. ഒരിക്കലും ഒരു എന്താ ഒരു ലിഫ്റ്റ് പോലെ തുറന്നിട്ട് നമ്മൾ അതിൽ ഇരുന്നാല് നേരെ മുകളിലേക്ക് പോകുന്നല്ല. എന്നാല് ഒരു ലാഡർ, ഒരു കോണിയാന്ന് വിചാരിച്ചോ, അതിന്റെ ഓരോ സ്റ്റെപ്പുകളും കയറി വരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ റമദാന്റെ സ്വർഗ കവാടത്തിലേക്ക് കയറാനുള്ള അനുമതി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ അലസതകൾ മാറ്റി നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ എന്താ പറയണ്ടേ മാലിന്യങ്ങളും ഒഴിവാക്കി റമളാനെ നമ്മള് നിറസാന്നിധ്യത്തോടെ സ്വീകരിക്കുക. ഒരു ശാന്തമായി കിടക്കുന്ന ഒരു കുളം, അതിന്റെ അടിയില് മാലിന്യങ്ങളുണ്ട്. പക്ഷെ അതില് ഓളങ്ങളൊന്നും ഇല്ലാതാവുമ്പോ എന്ത് ചെയ്യും? ഈ മാലിന്യങ്ങളൊക്കെ അതിന്റെ താഴ്ത്തട്ടിലേക്ക് പോയിട്ട് മുകളില് കാണുന്നത് വെള്ളം മാത്രമായിരിക്കും. എന്നാ അവിടെ ഒരു കാറ്റ് വന്നാല് അല്ലെങ്കിൽ ഒരു കോല് കൊണ്ട് അവിടെ ഇളക്കുന്ന സമയത്ത് അടിയിലുള്ള ചളികളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ചുഴി പോലെ മുകളിലേക്ക് വരൂലേ. അതുപോലെ തന്നെയാണ് ഈ റമദാൻ മാസത്തില് നമ്മൾ റബ്ബിലേക്ക് ലയിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ഒരുപാട് നമ്മൾ ചെയ്തു പോയ തെറ്റുകള്, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ എന്ത് വരും? ഈ ചുഴി പോലെ പുറത്തേക്ക് വരും. അത് അൽഹംദുലില്ലാ റബ്ബിന്റെ അനുഗ്രഹാണ്. ഈ മാലിന്യങ്ങളെ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക. ഒരു ചെളി നിറഞ്ഞ ചെളി കലക്കിയ ഒരു ഗ്ലാസ് വെള്ളമാണ്, അതിലേക്ക് ശുദ്ധജലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്താവും? ആ വെള്ളം അവസാനം തെളിയും. ഇതുപോലെ തെളിഞ്ഞൊരു ഹൃദയത്തോടെ തെളിഞ്ഞൊരു മനസ്സോടെ ഈ റമളാനിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഓരോ അവസ്ഥയിലും റബ്ബിനെ ഇതെന്തുകൊണ്ട്, ഇതൊക്കെ റബ്ബ് നമ്മളെ പരിശീലിപ്പിക്കുന്നതാണെന്ന ബോധ്യത്തോടെ ഇരിക്കണം. നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? തുറന്നിരിക്കണം. അതിന് മാലിന്യങ്ങളായിട്ടുള്ള അസൂയ, വെറുപ്പ്, ദേഷ്യം ഇതെല്ലാം നമ്മൾ ദേഹേച്ഛകളായിട്ട് ചെയ്തു പോയ തെറ്റുകൾ ഇവയൊക്കെ നമ്മൾ കഴുകിക്കൊണ്ടേയിരിക്കണം. പിന്നെ ചെയ്യുന്ന അമലുകളിൽ റബ്ബിന്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. നമ്മുടെ ശരീരത്തിന് നോമ്പുണ്ട്, ആത്മാവിന് നോമ്പുണ്ട്, ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട്. കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, ഹൃദയത്തിന് നോമ്പുണ്ട്, നമ്മുടെ ശരീരത്തിന് നോമ്പുണ്ട്. ശരീരത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുക. അതില് ശരീരത്തിന്റെ നോമ്പ് കഴിഞ്ഞു അല്ലെ. പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഹറാമായിട്ട് നോമ്പ് മുറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്താല് നമ്മുടെ ശരീരത്തിന്റെ നോമ്പ് കിട്ടും. എന്നാൽ നമ്മൾ ആത്മാവിന്റെ നോമ്പ് കിട്ടണമെങ്കിൽ ഓരോ അവയവങ്ങളുടെയും നോമ്പ് കിട്ടണം. ഹൃദയത്തിന്റെ നോമ്പ് കിട്ടിയാലേ നമ്മൾ ആത്മാവിന്റെ നോമ്പ് കിട്ടും. ഹൃദയത്തിന്റെ നോമ്പ് കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? നാവിന്റെ നോമ്പ് നമുക്ക് കിട്ടണം. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെ നാവ് കൊണ്ട് പറയുന്നത് എന്തായിരിക്കും? പിന്നെ നമ്മൾ പറയുന്നതൊക്കെ ദിക്റായിരിക്കൂലേ. നല്ല കാര്യങ്ങൾ പറയുന്നത് ദിക്റാണ്. നന്മ ഉപദേശിക്കുന്നത് ദിക്റാണ്. നന്മ ചിന്തിക്കുന്നത് ദിക്റാണ്. ഈ ചിന്തയുടെ വ്രതാണ് ഏറ്റവും വലിയത്. ചിന്തയില് വരുന്ന കാര്യങ്ങളാണ് നാവിലൂടെ വരുന്നത്. എല്ലാം കണക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിന്തകള്, നാവ്, കണ്ണ്, ചെവി ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ നമ്മള് നോമ്പ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ നോമ്പ് കിട്ടുകയുള്ളൂ. ഹറാമായ കാര്യങ്ങൾ കാണുന്നത് കണ്ണിന്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. കേൾക്കുന്നത് ചെവിയുടെ നോമ്പ് ബാത്തിലാവുന്നതാണ്. പറയുന്നത് നാവിന്റെ നോമ്പ് ബാത്തിലാവുന്നതാണ്. അപ്പം ഈ കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളില് എന്ത് വരും? നന്മകൾ വരും അല്ലെ. ചിന്തകളില് നന്മകൾ വരുന്ന സമയത്ത് കണ്ണ്, മൂക്ക്, നാവിൻ്റെതൊക്കെ റെഡിയാവും.
അതുപോലെ ചിന്തകളിൽ മോശം വന്നാലും ഇത് ബാത്തിലായി പോകാനും സാധ്യത ഉണ്ടല്ലേ? രണ്ടും ഇല്ലേ? ഒരു മോശം ചിന്ത നമ്മളിൽ വരുന്നത് കാരണം നമ്മൾ എന്തായിരിക്കും, നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണല്ലോ നമ്മളത് ചെയ്യാം. അപ്പൊ ഈ ഓർഗൻസിന്റെ ഒക്കെ എന്തായിരിക്കും, നോക്കുവാത്തിലാവും. എന്നാൽ ഈ ഓർഗൻസ് കാരണം നമ്മുടെ ചിന്തയിൽ മാലിന്യം വരൂലേ? നമ്മള് കാണുന്ന കാഴ്ചകളിൽ നമ്മുടെ ഉള്ള് മലിനസപ്പെടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണും നാക്കും മൂക്കും ചെവിയും എല്ലാം എന്ത് ചെയ്യണം, വ്രതം അനുഷ്ഠിക്കണം. ആ ഒരു നോമ്പിലൂടെ, ഇവയുടെ എല്ലാം നോമ്പിലൂടെ ഹൃദയത്തിന്റെ നോമ്പ് നമുക്ക് നോൽക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ആത്മാവിന് അതിന്റെ തൃപ്തി കിട്ടുന്നത്. ദിക്റുള്ള എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ദിക്റുള്ളയിൽ നിന്നും നമ്മുടെ റമളാന് നമ്മളെ സ്വീകരിക്കുന്നതും റമളാന്റെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതും ഇൻഷാ അല്ലാഹ് വിനയത്തോടെയും കാരുണ്യത്തോടെയും തുറന്ന ഹൃദയത്തോടെയും ഈ റമളാന് സ്വീകരിക്കാൻ നമ്മൾക്ക് ഏവർക്കും കഴിയട്ടെ. റമളാൻ ഒന്നിലേക്ക് പ്രവേശിച്ചവരും കാത്തിരിക്കുന്നവരും ഉണ്ട്. അപ്പം ഈ ഒരു കാത്തിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ഇന്ന് രാത്രിയിൽ റമളാന്റെ ചന്ദ്രക്കല ആകാശത്ത് തെളിയുന്ന സമയത്ത് അതിനെ സ്വീകരിക്കാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് വിശാലമായ ഒരു ആകാശത്തെ സൃഷ്ടിക്കാനും നമ്മൾ കഴിയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം കഴിയാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. അൽഹംദുലില്ലാ എന്നൊരാള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. ഉം. നല്ല ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു സമയമാണ്. 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. അതിനിടയിൽ ഇത് കട്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലും നമ്മൾ സീരിയസ് ആയിട്ട് റമളാൻ ടോക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മുടെ അറിവ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിൽക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഫാത്തിമ മാം. അസ്സലാമു അലൈക്കും ഷബ്ന മാം. നല്ല അടിപൊളി വാലൈക്കും സലാം. അടിപൊളി കുറെ ഇൻസൈറ്റ് തരുന്ന സെഷൻ ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇന്ന് റമളാൻ ഒന്നായല്ലോ അല്ലേ അവിടെ? ഇവിടെ റമദാൻ ഒന്നാണ്. പരസ്പരം അപ്പൊ എല്ലാവരും ഓക്കെ, ദ്വായിൽ നമ്മൾ നിങ്ങൾ പരസ്പരം എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക. അപ്പൊ നമ്മളെ സമയം ഇപ്പൊ കഴിയും. ഇത് കട്ടായാല് ലീവ് ആവുക ഇൻഷാ അല്ലാഹ്. നമ്മൾ ഹൃദയ സാന്നിധ്യം എല്ലാ അമലുകളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്.